പക്ഷേ ചൂരൽമല വില്ലേജ് ഓഫീസ് റോഡ് ഈ ഒരു പ്രദേശം നമ്മൾ കണ്ടതാണ്. ഒരു മലയാകെ വന്ന് ഇടിഞ്ഞ് വീണ ഒരു മേഖലയാണിത്. ഇവിടെയാണ് ഒരു പ്രദേശമാകെ പതിച്ച ഒരു സ്ഥലം. മെനിഞ്ഞാന്ന് ഇവിടേക്ക് എത്തുമ്പോൾ ഈ സേവാ അംഗങ്ങളാണ്, ഈ സന്നദ്ധ പ്രവർത്തകരാണ് ആദ്യം ഈ പ്രദേശത്തെ പറ്റി അറിഞ്ഞ് ഇവിടെ എത്തുന്നത്. അന്ന് തെരച്ചിലേറെ ദുഷ്കരമായൊരു സാഹചര്യമായിരുന്നു. അന്ന് 20-ന് മുകളിൽ മൃതദേഹം അവിടെ കണ്ടെത്തി. ഇന്നലെ കൂടുതൽ സേനാ അംഗങ്ങളെയൊക്കെ ആയാണ് അവർ ഇവിടേക്ക് എത്തിയത്. ഇന്ന് കൂടുതൽ യന്ത്രങ്ങൾ, സ്നിഫർ ഡോഗുകൾ അങ്ങനെ തിരച്ചിൽ വിന്യസിച്ചു. ഇന്ന് ഭീകരമായ ദൃശ്യങ്ങളാണ്. ഈ മര കൂമ്പാരങ്ങളാണ്. അതിലും താഴേക്ക് ഒരു 10 അടിയോളം താഴേക്കാണ് മണ്ണ് ഇങ്ങനെ ഒരാൾ പൊക്കത്തിലുണ്ട്. അതൊക്കെ വലിയ രക്ഷാപ്രവർത്തനത്തിന് ദുഷ്കരമായ ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് അവിടെ നിന്ന് രാവിലെ 6 മണിക്ക് നമ്മോടൊപ്പം ചേർന്നിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് മടങ്ങിയാണ്. എന്താണ് ഇന്ന് കൂടുതൽ ദുഷ്കരമായിരുന്നു? അവിടെ മണ്ണുമാന്തി യന്ത്രമൊക്കെ എത്തിയത് അനുകൂലമായോ? എന്തായിരുന്നു സാഹചര്യം? മണ്ണുമാന്തി എത്തിയത് നല്ല അനുകൂലമായിരുന്നു. കാരണം അവരുടെ സഹായത്തോടെ നമ്മൾ മാനുവലായിട്ട് തെരയുന്നതും പിന്നെ അവരുടെ സഹായത്തോടെ വലിയ വലിയ തടിക്കഷ്ണങ്ങൾ നമുക്ക് മാറ്റാനും സാധിച്ചു. അതുകൊണ്ട് എന്താ വെച്ചാൽ ഇന്ന് ലഭിച്ചതിൽ പൂർണ്ണമായ ഒരു ബോഡി ഒന്ന് മാത്രമേ ലഭിച്ചു. ബാക്കിയുള്ള ഭാഗികമായിട്ടുള്ള ശരീരാവയവങ്ങളാണ് ഇന്ന് ലഭിച്ചിട്ടുള്ളത്. ഏകദേശം 6ഓളം അവയവങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇത് അവിടെ നിന്ന് ആ മേഖലയിൽ നിന്ന് രക്ഷിച്ച ഒരു പൂച്ചക്കുട്ടിയാണെന്ന് തോന്നുന്നു. അവിടെ 2-ാം നിലയിലുള്ള പൂച്ചക്കുട്ടിയാണ്. കുറെ മൃഗങ്ങൾ ചത്തുപോയി, ഇനി കുറെ കുടുങ്ങി കിടക്കുന്നുണ്ട്. ഇത്തരത്തിൽ രാവിലെയൊക്കെ ഗൂഗിളൊക്കെ ആ പ്രദേശത്തെ ഈ ജീവജാലങ്ങളെ പറ്റിയൊക്കെ സൂചിപ്പിച്ചിരുന്നു. അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കൂടി ഇവിടുന്ന് വരുന്നുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു മേഖലയെ കുറിച്ചാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു രക്ഷാദൗത്യം തന്നെയായിരുന്നു ഇവിടെ അനിവാര്യമായിരിക്കുന്നത്. രാവിലെ നമ്മൾ ഈ ഒരു വഴിയിലൂടെ വരുമ്പോൾ മുട്ട് വരെ ചളിയിലേക്ക് ആണ്ടുപോകുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനേക്കാളേറെ അങ്ങോട്ട് ആ ഒരു ഉൾഭാഗത്തേക്ക് പോകുമ്പോൾ രക്ഷാപ്രവർത്തകർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ മണ്ണുമാന്തി യന്ത്രം എത്തിയത്. ഈ മരങ്ങൾ ആദ്യം നീക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഈ സ്നിഫർ ഡോഗുകൾ എത്തി, ഡോഗ് സ്ക്വാഡ് എത്തി, എറണാകുളത്ത് നിന്നുള്ള ഡോഗ് സ്ക്വാഡ് എത്തിയിരുന്നു. ഈ 5 സ്പോട്ടുകൾ ലൊക്കേറ്റ് ചെയ്തിരുന്നു. അത് കേന്ദ്രീകരിച്ച് നടത്തിയ തിരച്ചിൽ ആദ്യ മൃതദേഹം അങ്ങനെ കിട്ടി. 5 മൃതദേഹങ്ങൾ കൂടി ഈ പ്രദേശത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. ഇവിടെ ഈ പ്രദേശത്ത് 2 വീടുകൾ മാത്രമാണ് ആകെ ഉണ്ടായത്. പക്ഷേ ഒരു മേഖലയാകെ ഭൂപടത്തിൽ ഇല്ലാതാകുന്ന രീതിയിൽ വന്ന് പതിഞ്ഞ ഒരു ഇടമാണ് ഈ ഒരു സ്ഥലം. അത് ചൂരൽമല വില്ലേജ് ഓഫീസ് റോഡ്, ഈ ഒരു പ്രദേശം. ഇതിന് തൊട്ടരികിലായ ഒരു നീരൊഴുക്ക് നമുക്ക് കാണാം. ഇത് ചാലിയാറിന്റെ ഒരു കൈവരിയാണ്. ഈ പ്രദേശത്തിലൂടെയാണ് പോത്തുകൽ ഭാഗത്തേക്കൊക്കെ മൃതദേഹങ്ങൾ ഒഴുകിപ്പോയത് എന്നുള്ളത് കൂടി ഇവിടെ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ച വിവരമാണ്. അത്തരത്തിൽ ഇപ്പോഴും മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ഇതിന് മണ്ണിനടിയിലുള്ള ജീവനുകൾക്കായി, മണ്ണിനടിയിലുള്ള ചേതനേറ്റ ജീവനുകൾക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. ചൂരൽമലയിൽ ഇപ്പോഴും തെരച്ചിൽ പുരോഗമിക്കുകയാണ്. അവിടെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണ് മാറ്റി തിരയുകയാണ്. അവിടെ നിന്നൊരു നീർച്ചാലുണ്ട്. ആ നീർച്ചാലിലൂടെയാണ് ചാലിയാർ പുഴയിലേക്ക് ഉൾപ്പെടെ മൃതദേഹങ്ങൾ ഒഴുകിപ്പോയത് എന്നുള്ളതാണ്. ആളുകൾ ഒഴുകിപ്പോയതും അന്ന് ആ സമയത്തത് ഒരുപക്ഷെ ജീവൻ ഉണ്ടായിരിക്കാം. അങ്ങനെ കുത്തി ഒഴുകി വന്നത് അതിലൂടെയാണ് ആ ഒഴുക്ക് സംഭവിച്ചതെന്നുള്ള വിവരമാണ് അരുൺ നൽകുന്നത്.